കോട്ടയം കൈപ്പുഴമുട്ടിൽ നിയന്ത്രണം വിട്ട് ആറ്റിൽ വീണ കാറ് വാടകയ്ക്കെടുത്ത കാറാണെന്നാണ് വിവരം. കേരളത്തിന് പുറത്തു നിന്നെത്തിയ 2 വിനോദസഞ്ചാരികൾ അപകടത്തിൽപ്പെട്ടതെന്നാണ് നിഗമനം. ആറ്റിൽ വീണ കാർ നാട്ടുകാരുടെ ശ്രമഫലമായാണ് കരക്ക് കയറ്റിയത്. ഇപ്പോൾ ടോബി ജോൺസൺ കോട്ടയത്ത് ചേർന്നു. ടോബി, 2 പേരാണ് കാറിൽ ഉണ്ടായിരുന്നത് എന്നൊരു ഔദ്യോഗിക സ്ഥിരീകരണം ഈ ഘട്ടത്തിൽ വരുന്നുണ്ടോ? ആശുപത്രിയിൽ എത്തിച്ച് ഇവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? വിവരങ്ങൾ ലഭിക്കുന്ന വിവരം ഇവർ 2 പേരും മരിച്ചു എന്ന് തന്നെയാണ്. കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നാണ് ഈ വിവരം നമുക്കിപ്പോൾ ഔദ്യോഗികമായി തന്നെ ലഭിച്ചിരിക്കുന്നത്. ഏതായാലും ഇവർ മഹാരാഷ്ട്ര സ്വദേശികളാണ് എന്നുള്ളൊരു വിവരം കൂടി നമുക്കിപ്പോൾ പങ്കുവെക്കാൻ സാധിക്കുന്നു. ഏകദേശം 8:15 കൂടിയാണ് ഈ ഒരു അപകടം നടന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവരുടെ ഒരാളുടെ പേര് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇവരുടെ ഒരാളുടെ പേര് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അവർ ലഭിക്കുന്ന സൈൽ രാജേന്ദ്ര സർജി എന്ന് പറയുന്ന ഒരു പെണ്ണാണ് ഒരാൾ എന്ന് നമുക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ആ സ്ഥലത്താണ്. നമുക്ക് അവിടേക്ക് പോകാം. അവിടെ ഫയർഫോഴ്സും അതുപോലെ തന്നെ മറ്റു നാട്ടുകാരും എല്ലാം തന്നെ എത്തിയിട്ടുണ്ട്. ഒരു വാടകയ്ക്കെടുത്ത വാഹനമാണ്. സാധാരണ നമ്മൾ ഈ വിനോദസഞ്ചാരത്തിനൊക്കെ വരുമ്പോൾ കൊച്ചിയിലൊക്കെ വന്ന് വാഹനം വാടകയ്ക്കെടുത്ത് ഇങ്ങനെ കുമരകത്തേക്കൊക്കെ വരുന്നത് നമ്മൾ കാണാറുണ്ട്. അത്തരത്തിൽ വാഹനം വാടകയ്ക്കെടുത്ത് വന്നവരാണോ എന്നൊരു സംശയമുണ്ട്. കാരണം ഈ വാഹനത്തിൻ്റെ നമ്പർ പ്ലേറ്റ് അങ്ങനെയായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ അങ്ങനെ വിനോദസഞ്ചാരത്തിന് വന്ന് വഴിതെറ്റി അപകടത്തിൽപ്പെട്ടതാണോ എന്ന് തന്നെയാണ് സംശയിക്കുന്നത്. ഇതൊരു മെയിൻ റോഡാണ്. നമ്മുടെ കുമരകം എറണാകുളം ഭാഗത്തേക്ക്, കോട്ടയത്ത് നിന്ന് എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന സ്ഥലമാണ്. അവിടെ നിന്നും തൊട്ടടുത്ത് കൂടി ഒരു ചെറിയ ഒരു ഇടവഴിയാണ്. ആ വഴിയിലൂടെ നേരെ വന്ന് വെള്ളത്തിലേക്ക് വാഹനം മറിയുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിളി കേട്ട് നാട്ടുകാരാണ് ഈ സ്ഥലത്തേക്ക് ആദ്യം എത്തുന്നത്. അവർ വിശദമായിട്ടുള്ള പരിശോധന നടത്തി. തൊട്ട് പിന്നാലെ വൈക്കത്ത് നിന്നും അതുപോലെ തന്നെ കോട്ടയത്ത് നിന്നും കൂടുതൽ ഫയർഫോഴ്സുകൾ എത്തി തിരച്ചിൽ നടത്തിയാണ് ഈ വാഹനം അല്പസമയം മുമ്പ് കരയ്ക്ക് കയറ്റിയത്. വാഹനത്തിലുണ്ടായിരുന്ന 2 പേരുണ്ടായിരുന്നു. ആദ്യമേ കൂടുതൽ പേരുണ്ടായിരുന്നു എന്നൊരു സംശയമുണ്ടായിരുന്നു. എന്തായാലും അതല്ല, 2 പേരാണ് എന്നൊരു വിവരമാണ് നമുക്ക് ലഭിച്ചത്. ഉദ്യോഗസ്ഥർ കൂടി, പോലീസ് ഉദ്യോഗസ്ഥരും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ഒക്കെ ഇവിടെയുണ്ട്. നമുക്ക് അവരോട് കൂടി ചോദിക്കാം. സാർ, എപ്പോഴായിരുന്നു സംഭവം നടന്നതെന്ന് കണ്ടായിരുന്നു? ഞങ്ങൾ കോട്ടയത്ത് നിന്നായിരുന്നു. കോട്ടയത്ത് നിന്ന് വന്നാൽ വാഹനത്തിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? ഞങ്ങൾ വൈക്കത്ത് നിന്നാണ് വന്നത്. വൈക്കത്ത് ഇപ്പോൾ വണ്ടിയുടെ അകത്ത് തപ്പിയപ്പോൾ കിട്ടിയത് ഒരാണിനും ഒരു പെണ്ണയായിരുന്നു. കൂടുതൽ ആരും ഇല്ലെന്നുള്ളതാണ് പറഞ്ഞത്. കാരണം വണ്ടി പൊക്കിയപ്പോൾ നമുക്ക് 2 പേരെ ഉണ്ടായിരുന്നുള്ളൂ. 4 ഡോറും ക്ലോസ്ഡ് ആയിരുന്നു. അതെ അതെ. 2 പേരെയും കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഡെങ്കിയിലായിരുന്നു. വാഹനം അടച്ച നിലയിലായിരുന്നു. അപ്പം കൂടുതലാണ്. 4 ഡോറും ക്ലോസ്ഡ് ആയിരുന്നു. അതാണ് രക്ഷാപ്രവർത്തനം നടത്തിയ ഉദ്യോഗസ്ഥനാണ് നമ്മളോട് ഇപ്പോൾ സംസാരിച്ചത്. വാഹനത്തിന്റെ ഡോറ് ക്ലോസ് ചെയ്തിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവരുടെ മരണം ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ നിന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ കാണുന്ന തോട്ടിലാണ് ഈ സംഭവം നടന്നത്. നമുക്ക് ആ വാഹനം ഉയർത്തിയ ആ ഒരു സ്ഥലത്തേക്ക് നമുക്ക് പോകാം. സാധാരണ വിനോദസഞ്ചാരികളാണ് ഇത്തരത്തിലുള്ള വാഹനങ്ങൾ വാടകയ്ക്കെടുത്ത് വരുന്നത്. അങ്ങനെ വന്നതാണോ? വഴി തെറ്റിയത് എങ്ങനെയാണ് എന്നതടക്കമുള്ള സംശയങ്ങൾ ആളുകൾക്കുണ്ട്. കൂടുതൽ ആളുകൾ ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്ന് തന്നെയാണ്. ഇവർ കേരളത്തിന് പുറത്തുനിന്ന് വന്ന ആളുകൾ തന്നെയാണ് എന്നുള്ള ഒരു വിവരമാണ്. നമുക്കിപ്പോൾ ആ വാഹനം കാണാം. വാഹനം നാട്ടുകാരും അതുപോലെ തന്നെ കോട്ടയം SP എല്ലാം എത്തി പരിശോധിക്കുന്ന ദൃശ്യങ്ങളാണ്. DYSPയും എല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ആ വാഹനം പരിശോധിക്കുകയാണ്. വിശദമായിട്ട് അവരുടെ ബിലോങ്ങിങ്സ് എല്ലാം തന്നെ പരിശോധിക്കുന്നുണ്ട്. അവരുടെ മറ്റ് ആധാർ കാർഡ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ, ആരാണ് ഇത്, എവിടെ നിന്നാണ്, എപ്പോഴാണ് അവർ വന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. കോട്ടയം SP അടക്കമുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും അല്പസമയം, ഏകദേശം 8:30 കൂടിയാണ് ഈ സംഭവം നടന്നത് എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. വാഹനം വഴി തെറ്റി എങ്ങനെ ഈ വെള്ളത്തിലേക്ക് വീണു? പാലത്തിനടിയിലാണ് വാഹനം വീണത്. അവിടെ നിന്നും ഇപ്പോൾ വാഹനം ഉയർത്തി ഈ കരയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ പരിശോധിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആദ്യമേ കൂടുതൽ ആളുകളുണ്ടോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ രക്ഷാപ്രവർത്തനം നടത്തിയവർ പറഞ്ഞത്, ഉദ്യോഗസ്ഥരടക്കം ഇപ്പോൾ അല്പസമയം മുമ്പ് നമ്മളോട് പറഞ്ഞത്, വാഹനത്തിൻ്റെ 4 ഡോറുകളും അടച്ച നിലയിലായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്നാണ്. മന്ത്രി VN വാസവനും ഈ സ്ഥലത്ത് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. വിവരങ്ങൾ ചോദിച്ചറിയുകയാണ്. നാട്ടുകാരാണ് ആദ്യമേ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങിയത്. അതിനുശേഷമാണ് തൊട്ടു പിന്നാലെ ഫയർഫോഴ്സും പോലീസും എല്ലാം തന്നെ എത്തി ഈ വാഹനം കരയ്ക്ക് കയറ്റാനുള്ള
തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കടന്നത്. ചില നിലവിളി കേട്ടു, അങ്ങനെയാണ് ആളുകൾ ഇത് ഈ ഒരു വാഹനം അപകടത്തിൽപ്പെട്ടു എന്ന് അറിഞ്ഞത്. അതേ തുടർന്ന് ഉടൻ തന്നെ ഇവരെ രക്ഷാപ്രവർത്തനത്തിലേക്ക് കടക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും മന്ത്രി വി എൻ വാസവൻ ഇപ്പോൾ സംസാരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കോട്ടയം SP ഇവിടെയുണ്ട്. നമുക്ക് SP കൂടി ചോദിക്കാം. സാർ, എന്താണ് സംഭവിച്ചത്, ആരാണെന്നുള്ളൊരു വ്യക്തി? നമുക്കൊരു 27 വയസ്സുള്ള ഒരു സ്ത്രീയുടെ ആധാർ കാർഡ് കിട്ടിയിട്ടുണ്ട്. അവരുടെ കൂടെ ഒരു പുരുഷനും ഉണ്ടായിരുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ഫയർഫോഴ്സ് വാഹനം ഗ്ലാസ് പൊട്ടിച്ചാണ് ബോഡി പുറത്തെടുത്തത്. ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോഴേക്കും മരണപ്പെട്ടിരുന്നു. കൂടുതൽ ആൾക്കാരുണ്ടാവാൻ സാധ്യതയില്ല. സ്ക്യൂബ ഡൈവിംഗ് ടീം പറഞ്ഞത് കൂടുതൽ ആൾക്കാരുണ്ടാവാൻ സാധ്യതയില്ല. ആകെ 2 പേരായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ. അവർ പൊട്ടിച്ചാണ് എടുത്തത്. വാഹനം ഉള്ളിൽ നിന്നും ലോക്ക്ഡ് ആയിരുന്നു. റെന്റ് വാഹനമാണ്. ഇവര് കൊച്ചിയിൽ നിന്ന് വാഹനം റെന്റിന് എടുത്തതായിട്ടാണ് നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അവിടെ ആ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവരുടെ ബന്ധുക്കളെയോ അങ്ങനെയുള്ള ആൾക്കാരെയോ കണ്ടെത്താനായിട്ടുള്ള ശ്രമം പോലീസ് തുടങ്ങുന്നുണ്ട്. നിയമ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. ഉടനെ തന്നെ FIR സംഭവിച്ചത് വഴിതെറ്റി ഈ ഇടവഴിയിലേക്ക് കയറി ലെഫ്റ്റ് തിരിഞ്ഞു പോകേണ്ടതായിരുന്നു. അത് നേരെ വന്ന് വീണതായിരിക്കാം എന്നാണ് ഇപ്പോൾ അനുമാനം. കൂടുതൽ അന്വേഷണം നടത്തണം. അതാണ് കോട്ടയം SP ആണ് നമ്മളോട് ഇപ്പോൾ സംസാരിച്ചത്. അദ്ദേഹം പറയുന്നത് വ്യക്തമാണ്. അതായത് മെയിൻ റൂട്ടിൽ നിന്നും ഇട റൂട്ടിലേക്ക് വന്ന് ഇടത്തേക്ക് തിരിയേണ്ട വാഹനമായിരുന്നു. അവിടെ നിന്നും വാഹനം നേരെ ആറ്റിലേക്ക് വീഴുകയായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ മറ്റെന്തെങ്കിലും ഇപ്പോൾ സാധാരണ ഗൂഗിൾ മാപ്പൊക്കെ ഇട്ടാണ് ഇത്തരത്തിൽ ആളുകൾ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ വല്ലതും സംഭവിച്ചതാണോ എന്നതൊക്കെ അടക്കമുള്ള കാര്യങ്ങൾ വിശദമായിട്ടുള്ള പരിശോധനയ്ക്ക് ശേഷമേ അറിയുകയുള്ളൂ എന്നാണ് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത്. എന്തായാലും ഇവർ 2 പേരുടെയും, ഒരു സ്ത്രീയുടെയും ഒരു പുരുഷന്റെയും, ഈ സ്ത്രീയുടെ വിവരങ്ങളാണ് നമ്മൾ അല്പസമയം മുമ്പ് പങ്കുവച്ചത്. അത് ആരാണെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ലഭിച്ചിട്ടുണ്ട്. അവരുടെ ആധാർ കാർഡ് ലഭിച്ചിട്ടുണ്ട്. അത് കൂടാതെ ഈ പുരുഷൻ ആരാണ് എന്നുള്ളതിന്റെ വിവരങ്ങളാണ് ഇനി ലഭിക്കേണ്ടത്. കൊച്ചിയിൽ നിന്നും റെന്റിനെടുത്ത ഒരു വാഹനമാണെന്നാണ് മനസ്സിലാക്കാൻ SP-യും അത് തന്നെയാണ് പങ്കുവെക്കുന്നത്. അങ്ങനെ എടുത്ത് വാഹനം വാടകയ്ക്കെടുത്ത് വിനോദസഞ്ചാരത്തിനായി കുമരകത്തേക്ക് എത്തിയവരാണ് എന്നുള്ള സൂചന തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും ആ ഒരു ദാരുണമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. വലിയൊരു ആശങ്കയുണ്ടായിരുന്നു, ഒരു കുട്ടി അടക്കമുണ്ടോ എന്നൊരു സംശയമുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയല്ല എന്ന് ഇപ്പോൾ നമുക്കതിൽ നിന്നും ബോധ്യപ്പെട്ടിട്ടുണ്ട്. വ്യക്തമായി തന്നെ മന്ത്രി തന്നെ നമ്മളോടൊപ്പം ചേരുന്നു. എന്താണ് സംഭവിച്ചത്? സംഭവിച്ചപ്പോൾ നമ്മളെല്ലാവരും കണ്ടു. അവർ ഗൂഗിൾ സെർച്ച് ചെയ്ത് വന്നതാണെന്ന് തോന്നുന്നു. അങ്ങനെയാണ് ഇപ്പോൾ ആറ്റിലേക്ക് പോകാൻ ഇട വന്നിട്ടുള്ളത്. ഫയർഫോഴ്സ് വന്ന് എടുക്കുമ്പോൾ കണ്ട രംഗം, അവർ ഗ്ലാസ് പൊട്ടിച്ചാണ് ഈ 2 പേരെ എടുത്തത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിനുള്ളിൽ കിടന്ന ആളുകൾ അവരെടുത്തു. വേറെ അപ്പോൾ ആളുണ്ടെന്ന് സംശയിക്കാൻ പൊട്ടിപ്പുറത്ത് പോയിട്ടില്ല. അപ്പോൾ പിന്നെ വേറെ ആളുണ്ടെന്ന് സംശയിക്കേണ്ടതില്ല. അപ്പോൾ ആ 2 എണ്ണം നമ്മളിപ്പോൾ മെഡിക്കൽ കോളേജിൽ വെച്ച് ബ്രോഡ് ഡെഡാണ്. അപ്പോൾ ബോഡി മോർച്ചറിലേക്ക് മാറ്റാൻ പറഞ്ഞു. ബാക്കി കാര്യം വണ്ടി ഇപ്പോൾ പൊക്കിയെടുത്തു. കിട്ടിയ നമുക്ക് ID കാർഡ് വെച്ചുകൊണ്ട് ഇവരുടെ അഡ്രസ്സും മറ്റു കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനായിട്ടുള്ള ഇപ്പോൾ ഏർപ്പാട് ചെയ്തു. പോലീസിന് കിട്ടിയ മറ്റേ ലഗേജ് എല്ലാം ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. അത് പരിശോധിച്ചിട്ട് ബാക്കി പോലീസ് അല്ല എന്ന് മാത്രം നമുക്ക് ആരാണെന്ന് ഇപ്പോൾ പറയാൻ പറ്റാത്തത്. ഈ വിനോദസഞ്ചാരം മാത്രമായി കണക്ക് കൂട്ടാൻ പറ്റില്ല. ആണെങ്കിൽ രാത്രിയിൽ ഇങ്ങനെ സെർച്ച് ചെയ്ത് വരണോ, അങ്ങനെയൊക്കെ സംശയിക്കുക. എന്താ സംഭവം എന്നുള്ളത് പോലീസിന്റെ അന്വേഷണത്തിൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. അതവർ അന്വേഷിക്കട്ടെ. ഇപ്പോൾ എന്തായാലും കിട്ടിയ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ഫയർഫോഴ്സ് ആക്ട് ചെയ്തിരുന്നു, പോലീസും ആക്ട് ചെയ്തിരുന്നു. ആ രംഗമാണ് നമ്മൾ കണ്ടത്. 2 പേരെ മെഡിക്കലിൽ എത്തിക്കുകയും ചെയ്തു. മന്ത്രിയാണ് നമ്മളോട് പ്രതികരിച്ചത്. എന്തായാലും ദാരുണമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ് ഈ കൈപ്പുഴമുട്ട് പാലത്തിന് സമീപത്ത് ഉണ്ടായിരിക്കുന്നത്. നമുക്കിവിടെ കാണാം, ആ ദൃശ്യങ്ങൾ കാണാം. ഈ പുഴയിലാണ്, തൊട്ട് പിന്നിലാണ്, ഇതിന്റെ പിന്നിലുള്ള ഒരു സ്ഥലത്താണ് ആ വാഹനം വീണത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു വഴിയാണ്, ആ വഴി വന്ന് വാഹനം ഇവിടേക്ക് വീണുവെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ചേട്ടാ, എവിടെയാണ് വാഹനം കടന്ന? എവിടെയായിരുന്നു? എവിടെ ചേട്ടാ വാഹനം കടന്ന? എവിടെയായിരുന്നു? ഈ ഭാഗത്തായിട്ടായിരുന്നു കടന്നത്. അതായത് ഇവിടുന്ന് ഒരു ചെറിയ ഇടറോഡുണ്ട്. മെയിൻ റൂട്ടിൽ നിന്നും ഒരു ചെറിയ ഇടറോഡാണ്. ആ ഇടറോഡ് വഴി നേരെ വന്ന് വാഹനം ഇവിടെ നിന്നും ഇടതുവശത്തേക്ക് തിരിയേണ്ടതായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഒരു ചെറിയ ഇടറോഡ് ഉള്ളത്. അവിടേക്ക് പോകാനാണെങ്കിൽ, അതല്ല നേരെ മറിച്ച് എറണാകുളം ഭാഗത്തേക്കാണ് പോകാൻ ഉദ്ദേശിച്ചിരുന്നതെങ്കിൽ മെയിൻ റോഡ് വഴി തന്നെ അവർക്ക് പോകേണ്ടതായിരുന്നു. പക്ഷേ അങ്ങനെയല്ല പോയത്. ഈ ചെറിയ വഴിയിലോട്ട് കയറിയത് എവിടേക്കെങ്കിലും പോകാൻ സാധിച്ചാണോ എന്നൊരു സംശയമുണ്ട്. അങ്ങനെയാണ് ഈ വഴി വന്ന് നേരെ ഈ ആറ്റിലേക്ക് മറിയുന്നത്. ഉടൻ തന്നെ നാട്ടുകാർ ഈ വിവരം ഇങ്ങനെ ശബ്ദം കേട്ട് നാട്ടുകാർ തന്നെയാണ് രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ആദ്യം ഇറങ്ങിയത്. അതിനുശേഷമാണ് ഫയർഫോഴ്സും പോലീസും എല്ലാം വന്ന് ഉടൻ തന്നെ വിശദമായിട്ടുള്ള പരിശോധന നടത്തുകയും ആ വാഹനം ഉയർത്തുകയും ചെയ്തു. അതിനുശേഷം ഈ 2 പേരുടെ മൃതദേഹം വാഹനത്തിൽ നിന്ന് തന്നെ കിട്ടി. മന്ത്രി വി എൻ വാസവൻ പറയുന്ന പ്രകാരമാണെങ്കിൽ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ അവരുടെ മരണം സംഭവിച്ചു എന്നാണ്. ഒരു കുട്ടി ഉണ്ടായിരുന്നു എന്ന അടക്കമുള്ള ഒരു സംശയം നാട്ടുകാർ പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ അങ്ങനെയൊന്നുമില്ല, 2 പേർ തന്നെയാണ്. കാരണം ഈ വാഹനത്തിലേക്ക് എത്തിയത്, ആദ്യം രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി എത്തിയത് ഫയർഫോഴ്സ് സംഘമാണ്, അവരുടെ സ്കൂബ ഡൈവിംഗ് സംഘമാണ് അവിടെ എത്തിയത്. ആ സ്കൂബ ഡൈവിംഗ്
ഫയർഫോഴ്സ് സംഘം ചില്ല് പൊട്ടിച്ചാണ് ഈ രണ്ടുപേരെയും പുറത്തേക്കെടുത്തതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടുപേർ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നുള്ള ഒരു വിവരം തന്നെയാണ് നമുക്കിപ്പോൾ സ്ഥിരീകരിക്കാൻ സാധിക്കുന്നത്. ഇവരാരാണ്, എവിടെ നിന്ന് വന്നതാണ്, ഇവരുടെ സ്ഥലം എവിടെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായിട്ടുള്ള പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്.